നമസ്കാരം. നിരാലംബർക്കൊപ്പം നിന്നും ഇരുന്നും ഭക്ഷണം വാരിക്കൊടുത്ത ബോബി ചെമ്മണ്ണൂർ 2009 ചിരകാല അഭിലാഷം എന്ന് പറഞ്ഞ് ചില നല്ല വ്യക്തികളെ ബോധ്യപ്പെടുത്തി തുടങ്ങിയ ചെമ്മണ്ണൂർ ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 2013 ട്രസ്റ്റിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് 2017 മുതൽ 2021 വരെയും കിട്ടി. അതിനു മുമ്പ് തന്നെ ഈ സ്ഥാപനത്തെ ബോച്ചെ കൈവിട്ടു. ഇപ്പോൾ ഈ സ്ഥാപനം പൂട്ടലിൻ്റെ വക്കിലാണ്. ഇതോടെ നിരവധി നിരാലംബർ തെരുവിലിറങ്ങുമെന്ന ആശങ്കയിലുമായി. ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചെത്തിയവരാണ് പ്രതിസന്ധിയിലാകുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഈ ചാരിറ്റി കേന്ദ്രം. മാനസികമായി വെല്ലുവിളി നേരിടുന്നവരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ബോബി ചെമ്മണ്ണൂരിനെ വിശ്വസിച്ച് ഏറ്റെടുത്തത് നിലമ്പൂരിൽ നിന്നുള്ള ബ്രദർ ബിയോയും. 2013 രജിസ്ട്രേഷൻ കിട്ടിയതോടെ തുടങ്ങിയ സ്ഥാപനം 2016 വരെ ഒരുവിധം നന്നായി പോയി. വൃദ്ധർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രമടക്കം ഇവിടെ നിന്നെടുത്ത് പ്രചരിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ നന്മമരമാകാൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കി. എന്നാൽ കോടികളുടെ ആസ്തിയുണ്ടെന്ന് പറയുന്ന ബോച്ചെ ടീ പോലും വൻ ലാഭത്തിലാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ബോബി ചെമ്മണ്ണൂർ വർഷങ്ങളായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. ബോബി ചെമ്മണ്ണൂർ വൃദ്ധർക്കടക്കമുള്ളവർക്കൊപ്പമുള്ള പഴയ ആഘോഷം ചർച്ചയാക്കുന്ന മാധ്യമങ്ങൾ ഇന്ന് ഈ സ്ഥാപനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നില്ല. സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അടിസ്ഥാന സൗകര്യം പോലുമില്ലെന്നും കണ്ടെത്തി. 2016 ശേഷം ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ബോബി ചെമ്മണ്ണൂർ ഇടപെട്ടിട്ടില്ലെന്ന് നടത്തിപ്പുകാരും പറയുന്നു. അതിനുശേഷം ചുമതല PROയ്ക്കാണെന്ന മറുപടിയാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. അന്ന് മുതൽ തന്നെ മലപ്പറമ്പിലെ സ്ഥാപനം പ്രതിസന്ധിയിലാണ് എന്നതാണ് വസ്തുത. അപ്പോഴും മുമ്പെടുത്ത ഫോട്ടോ ഉപയോഗിച്ചുള്ള ചാരിറ്റി PR പ്രവർത്തനം ബോച്ചെ തുടർന്നു. 2017 സ്ഥാപനത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിപിടിയിലും ഭീഷണിയിലുമാണ് ചെന്നെത്തിയത്. സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ രേഖകൾ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ ഇതെല്ലാം ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിലുണ്ടെന്നായിരുന്നു ആരോപണം. അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പ് പരിശോധനകൾക്ക് സ്ഥാപനത്തിലെത്തിയാൽ രേഖകളില്ലാത്ത പ്രശ്നം നടത്തിപ്പുകാർക്കുണ്ടാകുമായിരുന്നു. സ്ഥാപനത്തിൽ ഇല്ലാത്ത സ്റ്റാഫുകളുടെ പേരിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നോ എന്ന സംശയം ഈ സ്ഥാപനത്തിലുള്ളവർക്ക് ഇപ്പോഴുണ്ട്. ഇതിനിടെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥാപന ചുമതലയുള്ള ആളിനെയും മറ്റും സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്തേക്ക് പലവട്ടം വിളിപ്പിച്ചു. എന്നാൽ അവർ ആരും ഹാജരായില്ല. ഈ സാഹചര്യത്തിലാണ് സ്ഥാപന രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ നീക്കം. ഫലത്തിൽ 15 വർഷമായി നടക്കുന്ന സ്ഥാപനം പ്രതിസന്ധിയിലായി. അന്തേവാസികളുടെ ആനുകൂല്യം പോലും മുടങ്ങുന്ന സ്ഥിതി. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, ഇതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ മുദ്രാവാക്യം. എന്നാൽ സ്നേഹപ്രചാരണത്തിലൂടെ തൻ്റെ കച്ചവടം കൊഴുപ്പിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നീക്കമെന്നാണ് ഈ വിഷയമടക്കം തെളിയിക്കുന്നത്.